എൻ്റെ വഴി അങ്ങനെ പഞ്ചായത്ത് വഴിയായെന്ന് എനിക്കറിയത്തില്ല, പഞ്ചായത്തുകാർക്കും അറിയത്തില്ല. പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അല്ല ഇത്. 30/23/11 കൊടുത്തേക്കുന്ന മറുപടിയാണ്. ഇവിടുത്തെ മുൻ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്, 50,000 രൂപയാണ് ചോദിച്ചത്. 50,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു. പാർട്ടി ബേസിൽ ബന്ധമുള്ള ഒരാളാണ്, അവരുടെ ബന്ധുവായിരുന്നു അന്നത്തെ പാർട്ടി മെമ്പർ. അതുകൊണ്ട് 40 സ്റ്റെപ്പോളം അദ്ദേഹത്തിൻ്റെ വീട് വരെ മാത്രം ചെയ്തു, ബാക്കി ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്തപ്പം തുടങ്ങിയ പ്രശ്നമാണിത്. ഇപ്പോൾ എന്നോട് പഞ്ചായത്തുകാർ പറയുന്ന താൽക്കാലികമായിട്ട് കേസ് തീരുവോളം ഒന്ന് വണ്ടി മാറ്റിയിടുക ഇവിടുന്ന്. അപ്പോൾ ഈ കേസ് ഏത് കാലത്ത് തീരും നിങ്ങൾക്കറിയത്തില്ല, ഒരു കേസ് കൊടുത്താൽ. നമസ്കാരം. മറുനാടൻ്റെ തെരഞ്ഞെടുപ്പ് സർവേ ടീം പീരുമേട് മണ്ഡലത്തിൽ നിന്ന് ഉടുമ്പൻചോല മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു പേരും ഒരു കടയും കണ്ടു. കൊതിയും നുണയും അജയൻ്റെ കട. വളരെ കൗതുകം തോന്നിയിട്ടാണ് ഞങ്ങൾ ഇതിനു മുന്നേ വണ്ടി നിർത്തിയത്. മാത്രമല്ല ഇവിടെ നിരവധി വോട്ടർമാർ നമുക്ക് സർവേയിൽ പങ്കെടുക്കാനും ഉണ്ടായിരുന്നു. വരൂ കൊതി നുകരാം, നുണ പറയാം എന്നാണ് അദ്ദേഹത്തിൻ്റെ കടയുടെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കടയുടമ അജയനാണ്. അജയൻ്റെ പുട്ടുകട എന്നും ഇതിന് പേരുണ്ട്. നമുക്ക് അജയനുമായിട്ട് നമുക്ക് സംസാരിക്കാം. ഈ കടയുടെ ഒരു പ്രത്യേകത, ഈ പേരാണ് പ്രത്യേകത. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ക്യാച്ചിങ് ഒരു പേരിട്ടിരിക്കുന്നത്? അജയൻ്റെ കടയെന്നാണ് കടയ്ക്ക് പേര്. പിന്നെ കൊതിയെന്ന് തുടങ്ങിയ അജയൻ്റെ കടയെന്ന് പറഞ്ഞത് വരുന്ന എല്ലാ ആളുകളും സത്യസന്ധന്മാരും നല്ല രീതിയിൽ കാര്യം പറയുന്നവരുമാണല്ലോ. അപ്പോൾ നല്ല ഫുഡ് കഴിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, സൗഹൃദ സംഭാഷണം നടത്തുക, പോവുക. അതുകൊണ്ടാണ് കൊതി നമ്മുടെ ഭക്ഷണമായിട്ടും വരുന്നവർ കാര്യം പറഞ്ഞു പോകണം, സന്തോഷമായിട്ട് പോകണം. അതുകൊണ്ടാണ് കൊതി എന്ന് പറയുന്നിട്ടേക്കുന്നത്. അപ്പോൾ കൊതിയും നുണയും പറയുന്നവരെല്ലാം നേരെ അജയൻ്റെ കടയിലേക്ക് പോകുമെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് അല്ലേ? സ്നേഹത്തോടുള്ള കൊതിയും നുണയ്ക്കും. അതുകൊണ്ടാണ്. അതുകൊണ്ട് അപ്പോൾ ഇതാരാ ഇത് പേരിട്ട ഇതിന്? നമ്മൾ തന്നെ ഇട്ടാ. നമ്മൾ നേരത്തെ ഈ കട തുടങ്ങിയപ്പോൾ തൊട്ടേ ഇങ്ങനെയാണോ പേര്? അജയൻ്റെ കടയിൽ നിന്നേ ഉള്ളായിരുന്നു. കട ഇപ്പോൾ തുടങ്ങിയിട്ട് 11 വർഷമായി. കട തുടങ്ങിയപ്പോൾ അജയൻ്റെ കടയിൽ നിന്നേ ഉള്ളായിരുന്നു. പിന്നെ ഒരു കൊറോണയ്ക്ക് ശേഷമാണ്, കൊറോണ ടൈമിലാണ് നമ്മൾ ഇങ്ങനെ പേരിട്ട്. കടയെ സഹായത്തിനുള്ളത് ഭാര്യയാണ് കട. ഭാര്യയുടെ പേരിലാണ് കട. നമ്മുടെ പേരിലാണ് കട. ഞാൻ എറണാകുളത്ത് വണ്ടി ഓടിക്കുമായിരുന്നു. അല്ല, ലോറിയിലൊക്കെ ആയിരുന്നു. അപ്പൊ ഈ കട തുടങ്ങി ഒറ്റയ്ക്ക് പറ്റാണ്ടായപ്പോഴും നമ്മളും വന്ന്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ കഴിക്കാൻ പുട്ടിന്റെ വിഭവമാണ് കൂടുതലുള്ളത്. പുട്ട്, ചെമ്പ, ചോളം, ഗോതമ്പ്, അങ്ങനെ അത്ര ഐറ്റം പുട്ടുകളുണ്ട്. പിന്നെ ചേമ്പ് പുഴുങ്ങിയതുണ്ട്, കപ്പയുണ്ടാവും, അങ്ങനെ പുട്ട്, ബീഫ് എല്ലാം ഉണ്ട്. വെറൈറ്റി ഭക്ഷണങ്ങളാണ്. അജയന്റെ ഭാര്യ തന്നെയാണ് ഇതിന്റെ മുതലാളി എന്നാണ് അജയൻ പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ വിശിഷ്ടമായിട്ടുള്ള വിഭവങ്ങളുണ്ട്. ഭാര്യയുടെ പേരെന്താണ്? അജയന്റെ പേര് ഷിജി. എന്തൊക്കെയാ ഷിജിയാണോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്, ഈ സാധനങ്ങളെല്ലാം? ഇത് എത്ര മണിക്ക് രാവിലെ എപ്പോഴാണ് തുറക്കുന്നത്? 8 മണി. രാത്രി എത്ര മണി വരെ ഉണ്ട്? 9 മണി വരെ. അപ്പൊ ഇതിലെ ഈ പോകുന്ന യാത്രക്കാരെല്ലാം വരുന്നുണ്ട്? അത് നാട്ടുകാർ മാത്രമേ ഉള്ളൂ? ഈ കടന്നു പോകുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ട്? നമ്മുടെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതിലെ യാത്ര ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് സ്ഥിരമായിട്ട് തന്നെ ഉള്ളത്. ഇപ്പൊ ഈ നിൽക്കുന്ന ഇവരാണേലും വർഷങ്ങളായിട്ട് ഇതിലെ വന്നു പോകുന്നവരാണ്. അങ്ങനെയുള്ള സ്ഥിരം ഇപ്പൊ ചേട്ടനൊക്കെ ഇന്ന് രാവിലെ കൂടെ വന്നിട്ട് പോയതാണ്. അങ്ങനെയുള്ള ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് ചർച്ച അധികം ഇല്ല, പക്ഷെ വോട്ട് എണ്ണുമ്പോഴും റിസൾട്ട് സമയത്ത് ഇവിടെ ആളുകളുണ്ട്. ഇവിടെ ക്രിക്കറ്റ് കളിയൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാർ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് സോളാറിലാണ് പ്രവർത്തിക്കുന്നത്. കറണ്ടുണ്ട്, സോളാറിലായതുകൊണ്ട് ത്രൂ ഔട്ട് സോളാറുണ്ട്. അപ്പം ഈ ഇലക്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അറിയാവുന്നവർ ഇവിടെ വരും. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, തൊട്ടുപുറയിൽ തന്നെ. നമുക്ക് ഹോം സ്റ്റേ ഉണ്ടോ? രണ്ട് റൂമിന്റെ ഒരു ഹോം. അതാണ് മോളിൽ കാണുന്നത്. അതും ഒരു പ്രത്യേക തരത്തിലാണല്ലോ. അതെന്ത് ട്രെയിനാണോ? അതൊരു ട്രെയിനിന്റെ രൂപത്തിലാണ് പണിതേക്കുന്നത്. പക്ഷേ ഇതുപോലെ നിങ്ങളെ പോലെ ചാനലുകാര് നമ്മുടെ ഇവിടെ വരാറുണ്ട്, എന്തേലുമൊക്കെ ഇതുപോലെ ഇത് കണ്ടിട്ട്. ഇത് പണിതപ്പോഴും ഒരുപാട് എല്ലാ ചാനലുകാരും വന്നു. പക്ഷെ അന്ന് തുടങ്ങി ഞങ്ങളുടെ കഷ്ടകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിലെല്ലാം മാനദണ്ഡം പാലിച്ചാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ ഒരു വാർത്ത ടെലികാസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസമായി കഴിഞ്ഞാൽ വാർത്ത വന്ന് പിറ്റേ ദിവസം അയൽവാസി ഒരു 10 പരാതി പഞ്ചായത്തിൽ കൊടുത്തു. 10 പരാതി പഞ്ചായത്തിൽ കൊടുക്കുകയും പഞ്ചായത്തിലെ നേരത്തെ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്, ഇവരുടെ ഒരു ബന്ധം കൊണ്ട് പരാതിയാണ്. ഇതെൻ്റെ പട്ടയ സ്ഥലമാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നത്. നേറ്റമേളിലാണ് അച്ഛൻ താമസിക്കുന്നത്. ഇത് നമ്മൾ സ്ഥലം മേടിച്ചു. ഞങ്ങൾ 2 കടമുറിക്ക് വേണ്ടി, ഈ കൊതി നുണയെന്നുള്ളത് ഞങ്ങളിവിടെ ഒരു എയർ കണ്ടീഷനായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി 2 ഷട്ടർ പണിതു.
ആ ഷട്ടറിന് ഇടാൻ വെച്ചിരുന്ന പേരാണ്. അപ്പോൾ കൊറോണ വന്നപ്പം കൊറോണയ്ക്ക് ശേഷം നമുക്കിത് മുമ്പോട്ട് പോകത്തില്ല, റൂമായി കടമുറിയായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഒതുങ്ങുകയും നമുക്കൊരു എയർ കണ്ടീഷനായിട്ട് റൂം പണിതിടാമെന്ന് വെച്ചു. അങ്ങനെ ഒരു ഹോം സ്റ്റേ പോലെ നമ്മളിത് ചെയ്യുന്നു. അപ്പോൾ ഈ പണിയുമ്പോൾ ഒന്നും യാതൊരു പ്രശ്നമില്ല. നമ്മൾ പഞ്ചായത്തിൽ പെർമിറ്റ് എടുത്ത് കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ്. എൻ്റെ സ്ഥലത്തിൻ്റെ അതിരെയല്ല ഞാനിപ്പോൾ ഈ നിൽക്കുന്നത്. ഇത് റോഡ് പുറമ്പോക്കിൻ്റെ തള്ളിച്ച് വരും. ഇതിന് പെർമിറ്റ് എടുത്തപ്പം ഈ വഴി എൻ്റെ വഴിയാണ്. ഈ അയൽവാസിയായിട്ടുള്ളൊരു ആൾ ഇവിടെ കൺവീനറായിട്ട് 14-15 ഒരു വഴി പണിതിട്ടുണ്ട്. 42 സ്റ്റെപ്പുള്ള ഒരു വഴി വണ്ടമേട് പഞ്ചായത്തിൽ നിന്ന്. അദ്ദേഹമാണ് കൺവീനർ. ആ കൺവീനർ ആ 42 സ്റ്റെപ്പ് മാത്രം 2 ലക്ഷം രൂപ ഫണ്ടിൽ പണിയുകയും ബാക്കി ഞാൻ പണിത എൻ്റെ വഴി പഞ്ചായത്തിൻ്റെ വഴിയാക്കി അളന്ന് മാറ്റിയെന്നാണ് ഇപ്പോൾ അറിയ കഴിയുന്നത്. ഇപ്പം ഞാൻ വിവരാശം വെച്ച് പേപ്പർ എടുത്തു കഴിഞ്ഞപ്പോഴും നടപ്പാതയെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് സ്റ്റെപ്പേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എൻ്റെ വഴി അങ്ങനെ പഞ്ചായത്ത് വഴിയായെന്ന് എനിക്കറിയത്തില്ല, പഞ്ചായത്തുകാർക്കും അറിയത്തില്ല. പഞ്ചായത്തുകാർ ഫണ്ട് മാറിയിട്ടുള്ളതായിട്ട് അറിയുന്നു. ഞാനെന്നാ പറഞ്ഞു പഞ്ചായത്ത് അളന്ന് എൻ്റെ സ്ഥലം മാറ്, എൻ്റെ സ്ഥലം എനിക്ക് അളന്നതാ, അത് തരികയില്ല. ഇതിൻ്റെ രേഖ ഞാനിപ്പോൾ കാണിക്കാം നിങ്ങളെ. ഇതിനെല്ലാ പേപ്പറും ലൈസൻസും ഉണ്ട്. ഞങ്ങൾക്ക് എന്നാൽ ഇത് പണിതാൽ ഇത് കൊടുക്കാൻ പറ്റിയല്ല. ഇവിടുത്തെ മുൻ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്, 50,000 രൂപയാണ് ചോദിച്ചത്. 50,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ആ സ്വസ്ഥത ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 2-2.5 ലക്ഷം രൂപ ഞാൻ ഇതിൻ്റെ പേര് ബാധ്യതയിലാണ്, ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെയും കൂടെയാണ്. അതെല്ലാം കൂടെ കൂട്ടിയാണ് ഈ പേരും ഈ പ്രസ്ഥാനം. ഇതിപ്പം പ്രവർത്തിക്കുന്നുണ്ടോ? പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. കാര്യം വണ്ടി പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെൻ്റെ സ്ഥലമാണ്. എൻ്റെ വണ്ടി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ തൊട്ട് മേളിലേക്ക് ഇപ്പോൾ അവർ വഴി വെട്ടി വണ്ടി പോകുന്നുണ്ട്. എൻ്റെ വണ്ടി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 12 അടി വീതി പിന്നെയുണ്ട്. അവരതിലേക്ക് കയറ്റിക്കൊണ്ട് വന്നുകൊണ്ട് ബലമായിട്ട്. അപ്പോൾ ഇത് കോടതിയിൽ നിന്ന് ഇതളന്നോ ഈ പഞ്ചായത്തിൽ നിന്ന് അളന്ന് തീരുമാനിച്ചാലല്ലേ എൻ്റെ ആകാൻ പറ്റുള്ളൂ. ഇതുണ്ട്, ഗേറ്റ് വരെ ഉണ്ട് ഇതിന്. അപ്പം ഇത് ഇങ്ങോട്ട് വലിച്ചു വയ്ക്കുക. അപ്പോൾ ഇതെൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരും ഇവരും കൂടെ ഉള്ളൊരു ബന്ധം കൊണ്ട് നടക്കുകയില്ല. ഇപ്പം എന്നോട് പഞ്ചായത്തുകാർ പറയുന്ന താൽക്കാലികമായിട്ട് കേസ് തീരുവോളം ഒന്ന് വണ്ടി മാറ്റിയിടുക ഇവിടുന്ന്. അപ്പോൾ ഈ കേസ് ഏത് കാലത്ത് തീരും നിങ്ങൾക്കറിയത്തില്ല. ഒരു കേസ് കൊടുത്താൽ നിങ്ങൾ ഇതിനകത്തോട്ടൊന്ന് പോയി, ഇതിനകത്ത് ഞാൻ ചെയ്തു വെച്ചേക്കുന്ന ഫെസിലിറ്റിയും കൂടെ ഒന്ന് കാണാം. ഞാൻ 2023 പെർമിറ്റ് എടുത്ത് പണിതൊരു സാധനമാണ്. ഈ ബിൽഡിങ് 2 ഷട്ടറായിരുന്നു. ഇതും 2 ഷട്ടർ. ഈ 2 ഷട്ടർ മുറി കൊറോണ കൊണ്ട് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ലാണ്ട് വന്നപ്പോൾ ഞാനിത് ഹോം സ്റ്റേ എന്ന ഒരു ഇതിലോട്ട് മാറ്റിക്കൊണ്ട് ഒരു റൂം കൂടെ എക്സ്ട്രാ പണിത് വണ്ടമേട് പഞ്ചായത്താണ് ഞങ്ങളുടെ വണ്ടമേട് പഞ്ചായത്ത്. ഇതുണ്ടോ റൂം പണിതിട്ടേക്കുക. ഇത് കഴിഞ്ഞ ദിവസം കൂടെ പെയിൻറ്റ് ചെയ്ത് മെയിൻ്റെനൻസ് ചെയ്ത് നിർത്തിയേക്കുന്ന ഒരു സാധനമാണ്. താഴെ കടയെന്ന് വെച്ചാൽ എൻ്റെ പറമ്പാണേലും എൻ്റെ പറമ്പിൻ്റെ പുറമ്പോക്കിൻ്റെ ഇതിൽ വരും. സാധാരണ നമ്മൾ വഴിയോര കടകൾ കാണുന്ന മറ്റു പലരുടെ സ്ഥലത്താണ്. ഇതെൻ്റെ സ്ഥലമാണ്, എൻ്റെ പട്ടയ സ്ഥലത്തിൻ്റെ പുറമ്പോക്കില്ല. ഞങ്ങളുടെ കിച്ചൺ ഇതാണ്. ഞങ്ങൾ ഇതിന് ലൈസൻസ് എടുത്താണ് താഴെ ഇത് പ്രവർത്തിക്കുന്നത്. എൻ്റെ വൈഫാണ് അത് കട നടത്തുന്നത്. ഞാൻ എറണാകുളത്ത് വണ്ടി ഓടിക്കുമായിരുന്നു. ഈ പ്രശ്നങ്ങൾ മൂത്തിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങളുടെ വരുമാനം കുറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. കാര്യം ഇത് ചുമ്മാ കിടന്നാൽ ഇത് നശിച്ചു പോകും. ഇപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കുകയും ഇതെല്ലാമാണ്. എൻ്റെ രേഖകൾ നിങ്ങൾ നോക്കുക. ഞാൻ ഇവിടെ കള്ളത്തരം കാണിച്ചു. ഞാൻ പഞ്ചായത്തുകാരോടും പറഞ്ഞു എൻ്റെ ഭാഗത്ത് കള്ളം ഉണ്ടെങ്കിൽ ഇത് പൊളിച്ചു മാറ്റണം. ഇപ്പം കെട്ടിടം പൊളിച്ചു മാറ്റണം, ഇതൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഭാഗത്ത് കള്ളമുണ്ട്, ഇത് പൊളിച്ചു മാറ്റണം. ഇത് ഞങ്ങളുടെ ജീവിതമാണ്. ഞങ്ങളുടെ കയ്യിൽ ഇത്രയും തെളിവുകളുള്ളതുകൊണ്ടാണ് ഞങ്ങളിത്. ഈ വഴി സംബന്ധിച്ച് അയൽവാസി പരാതി കൊടുത്തേക്കുന്നതാണ്, രാജു മാമ്പടത്തിൽ. ഇത് പഞ്ചായത്ത് വഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് 31/10/2023 പരാതി കൊടുത്തേക്കുന്നതാണ്. അതിന് മറുപടിയായിട്ട് വണ്ടമേട് പഞ്ചായത്തിൽ നിന്നും കൊടുത്തേക്കുന്നതാണ്. ഇത് കണ്ടോ, പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അല്ല. ഇത് 30/23/11 കൊടുത്തേക്കുന്ന മറുപടിയാണ്. ഇതും ഈ പ്രേം നിർമ്മൽ എന്ന് പറഞ്ഞ സെക്രട്ടറിയാണ് കൊടുത്തേക്കുന്നത്. ഒരു വിഷയമില്ല, ഇതുള്ളതാണല്ലോ, ഇവരുടെ കള്ളം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെൻ്റെ പട്ടയ സ്ഥലമാണ്. എനിക്ക് ഈ സാധനം പട്ടയം കിട്ടി. ഞാൻ 2017 ഇതിന് ആദ്യത്തെ ഇത് പ്ലാൻ വരച്ചു കൊടുത്ത ബിൽഡിംഗ് പണിയാണ്. ബിൽഡിംഗ് പെർമിറ്റ് എടുത്തു. എൻ്റെ അച്ഛൻ്റെ പേരിലാണ് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തു 2017. ഇതാണ് ഇതിൻ്റെ പ്ലാൻ. 2 ഷട്ടർ, ബാത്റൂം. ഇത് കണ്ടോ, ഈ വഴി ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ സ്ഥലത്തിൻ്റെ സ്കെച്ച് എല്ലാം ഉണ്ട്. ബിൽഡിംഗ് അടക്കം കാണിച്ചിട്ടുണ്ടല്ലോ. ഇതൊരു ഉദ്യോഗസ്ഥർ പരിശോധിച്ചേക്കുന്നല്ലേ. ആ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് എനിക്ക് ലൈസൻസ് തന്നേക്കുന്ന സാധനം ഇത് എൻ്റെ പഞ്ചായത്ത് ഇതുണ്ട്. ഇത് ഞാൻ 2017 23 ഇത് റൂമാക്കി മാറ്റിയപ്പോൾ റിനോവേഷൻ ചെയ്തതിൻ്റെയാണ്. റെഗുലൈസേഷൻ ഫീ എന്നും പറഞ്ഞ് 4500 രൂപ മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ലൈസൻസ് തരികയാണ്.
ഇത് കണ്ടോ, അജയൻ വീട്ടി തണ്ടലത്ത് കിഴക്കേതിൽ നേച്ചർ ഹീവ് റൂം 7 മാസം 23 എനിക്ക് ലൈസൻസ് തന്നു. ഞാൻ എല്ലാ പേപ്പറും അവിടെ കൊടുത്തിട്ടാണ് തന്നേക്കുന്നത്. ഇത് തന്നിട്ട് ഈ സെക്രട്ടറി തരുന്നു. ഇത് വില്ലേജിൽ നിന്നും വന്ന വൺ ടൈം ടാക്സ് ആയിട്ട് എൻ്റെ ഈ കെട്ടിടത്തിൻ്റെ മേടിച്ചു. ഈ സ്ഥലം വില്ലേജ് പഞ്ചായത്തിൻ്റെയാണ്, അവർ ടാക്സ് മേടിക്കുമോ? ഇത് തന്നു. ഇതെല്ലാം ഞാൻ വരച്ചു കൊടുത്തേക്കുന്ന പ്ലാൻ ഇതാണ് അന്ന്. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ലൈസൻസ് തന്നേക്കുന്നത് ഈ പഞ്ചായത്ത് സെക്രട്ടറി ഒരു ദിവസം ചെല്ലുമ്പോൾ ഇവിടെ ഞാൻ പെര പണിയാൻ വേണ്ടി പെർമെൻറ്റിന് കൊടുത്തു. 50,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. പൈസ കൊടുക്കാൻ എൻ്റെ ഇല്ല സാറേ എന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഈ അയൽവാസിയായിട്ടുള്ള പ്രശ്നം പരിഹരിച്ചു വരാൻ പറഞ്ഞു. പ്രശ്നം പരിഹരിച്ചു വന്നില്ല, ഒരു കാലത്ത് ഇത് തീരെയല്ലെന്ന് പറയുകയും പിന്നെ എനിക്ക് നോട്ടീസ് തന്നേക്കുന്നത് മാക്കത്തടം നടപ്പാത, മാക്കത്തടം എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു വീടാണ്, മാക്കത്തടം നടപ്പാത കോൺക്രീറ്റിങ് സ്റ്റെപ്പ് നിർമ്മാണമെന്നും പറഞ്ഞുകൊണ്ടാണിത്. ഇതിന് വേണ്ടി ഇത് മേളി എല്ലാ വീടുകൾക്കും വേണ്ടി സ്റ്റെപ്പ് ചെയ്യാനായിട്ടാണ്. ഇവിടുന്നാണ് ഈ കൺവീനർ എന്ന് പറയുന്ന ആൾ ഒരു പാർട്ടി ബേസിൽ ബന്ധമുള്ള ഒരാളാണ്. അവരുടെ ബന്ധുവായിരുന്നു അന്നത്തെ പാർട്ടി മെമ്പർ. അതുകൊണ്ട് 40 സ്റ്റെപ്പോളം അദ്ദേഹത്തിൻ്റെ വീട് വരെ മാത്രം ചെയ്തു, ബാക്കി ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്തപ്പം തുടങ്ങിയ പ്രശ്നമാണിത്. അതാണ് ഇവർ പരാതി കൊടുക്കുന്നത്. ഈ ഇത്രയും പെർമിറ്റ് എടുത്തേക്കുന്ന എനിക്ക് ഈ പഞ്ചായത്ത് സെക്രട്ടറി എനിക്ക് തന്നേക്കുന്നത് ഇത് 2020 ഞാൻ ആദ്യം ലൈസൻസ് എടുക്കുന്നത്. വൈഫിൻ്റെ പേര് ഷിജി അജയൻ എന്ന പേരിൽ ലൈസൻസ് എടുത്തിട്ട് താഴെ കട നടത്തുക. ഇത്രയും ഇതായിട്ട് പോയിട്ട് എനിക്ക് ഇവർ തന്നേക്കുന്ന നോട്ടീസ് ഇത് കണ്ടോ, 24-25 സാമ്പത്തിക വർഷം ലൈസൻസ് പുതുക്കി തരികയില്ല. ലൈസൻസ് പുതുക്കി തരികയില്ല. അത് ചോദിക്കുമ്പോഴെല്ലാം ഇവർ പൈസ കൊടുത്താലേ തരുള്ളൂ. പൈസ കൊടുത്ത് മേടിക്കുന്നുമില്ലെന്ന് ഞാൻ കരുതി. ഇത്രയും കാലം ഒരു പൈസ നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനെ വന്ന് ഞാൻ ജില്ലാ അദാലത്തിൽ പരാതി കൊടുത്തു. അദാലത്ത് ഉദ്യോഗസ്ഥർ വരികയും എൻ്റെ പ്രശ്നം പരിഹരിക്കുകയും നോക്കിയിട്ട് എൻ്റെ രേഖകളെല്ലാം പരിശോധിച്ച് എനിക്ക് ലൈസൻസ് തന്നു. എൻ്റെ ഭാഗത്ത് കുഴപ്പമാണ്, പിന്നെ തരുമോ അവർ? അപ്പോൾ അതിന് ഇത് കണ്ട് ഒരു കെട്ടിടത്തിൽ വീടിന് പെർമിറ്റിന് കൊടുത്തപ്പം 2017 ഞാൻ പണിത ബിൽഡിങ് 2010 കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം അകലം പാലിച്ചിട്ടില്ലെന്ന് പറയുന്നത്. 2017 പണിത ബിൽഡിങ് ഞാൻ എങ്ങനെയാണ് ചേട്ടാ 2019 ചട്ടം പാലിക്കുന്നത്? 2019 എന്ത് ചട്ടം മാറ്റം വന്നേക്കുന്നത്? ഈ അകലത്തിൽ തന്നെ അന്ന് എടുത്തേക്കുന്നല്ലേ. ഇങ്ങനെ ഉണ്ടേ എങ്കിൽ എൻ്റെ 23 ഇവർ ഈ പൈസ മേടിക്കാവോ? ഇപ്പോഴും ടാക്സും ഇതെല്ലാം അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. പേരിട്ട് ഞങ്ങളിത് 2023 പണിയുന്നത്. ഈ പണിത സമയത്താണ് അരിക്കൊമ്പൻ ഇതിലേ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ ഇടുക്കിയിലൊരു ട്രെയിനിൻ്റെ രൂപം ചെയ്തപ്പം അതുകൊണ്ടാണ് നമ്മൾ അരിക്കൊമ്പൻ എക്സ്പ്രസ് ഇട്ടതും. ഇത് അരിക്കൊമ്പനെ കൊണ്ടുപോയ ഒരിതാണ് ചിന്നക്കനാൽ തേക്കടി ഫസ്റ്റ് കൊണ്ടുപോയി. അതാണ് അങ്ങനെ റൂട്ട് എഴുതിയതും ആരാധന. പക്ഷെ അരിക്കൊമ്പൻ്റെ അവസ്ഥയാണ് ഞങ്ങൾക്കിപ്പം. ഞങ്ങൾക്കും കണ്ണീരും സങ്കടമാണ്. ഞങ്ങളുടെ രേഖ പരിശോധിച്ചാൽ 10 മിനിറ്റ് തീരുന്ന പരാതി പ്രശ്നമുള്ളൂ. ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഒന്ന് പൈസ നമ്മൾ കൊടുക്കണം. ചേട്ടാ ഇത്രയും ബാധ്യതയുടെ ഇടയ്ക്ക് ഇനി അത് പറ്റില്ല. ഇപ്പം ഞങ്ങൾ ഏത് സമയം ഇത് പൊളിക്കാൻ പറ്റിയാൽ പൊളിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ നിൽക്കുന്നു. ഹൈക്കോടതി 2 കേസ് നമ്മുടെ മുനിസിപ്പൽ കോടതിയിലുണ്ട്. നമ്മുടെ സ്ഥലം വളർന്ന് തിരിച്ചിട്ട് പൊളിക്കണമെന്ന് പറഞ്ഞാൽ അതും വണ്ണമേട് പഞ്ചായത്തിൽ നിന്ന് വ്യാഴാഴ്ചത്തെ ഡേറ്റ് വെള്ളിയാഴ്ച രാത്രി 7:30 നോട്ടീസ് കൊണ്ടുതരാണ്. ഇവിടുന്ന് ജസ്റ്റ് 4 കിലോമീറ്ററേ ഉള്ളൂ. ഈ 2 ദിവസം വേണോ ഇത് നോട്ടീസ് തരാൻ? നമ്മൾ അജയൻ്റെ പുട്ടുകട കൊതിയും നുണയും പറയാം എന്നുള്ള ഒരു പേര് കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ കയറിയത്. അജയൻ അതിൻ്റെ കഥ പറഞ്ഞു. പക്ഷേ ആ കഥയ്ക്കുള്ളിൽ അജയൻ്റെ ഏറ്റവും വലിയ സങ്കടത്തിൻ്റെ ഒരു കഥ കൂടിയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഒരു വണ്ടൻമേട് പഞ്ചായത്തിൻ്റെ ഉദാസീനത അല്ലെങ്കിൽ മനഃപൂർവ്വം രാഷ്ട്രീയ സ്വാധീനം മൂലം വണ്ടൻമേട് പഞ്ചായത്ത് അധികൃതർ ഈ പാവപ്പെട്ട യുവാവിൻ്റെ ജീവിതം വലിയ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹം ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ചതാണ് ഒരു ഹോം സ്റ്റേ. ആ ഹോം സ്റ്റേ നിസ്സാര കാരണം പറഞ്ഞ് ഇല്ലാത്ത കാരണം പറഞ്ഞ് പൊളിച്ചു നീക്കാനുള്ള ഒരു നടപടിയാണ് വണ്ടൻമേട് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇനിയും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം. അജയൻ്റെ വിഷമങ്ങൾ, അജയൻ്റെ പരാതികളും സങ്കടങ്ങളും നമ്മൾ ഇവിടെ എത്തിയപ്പോൾ കേട്ടു, ഇത് കണ്ടു. അദ്ദേഹം അതിൻ്റെ രേഖകളെല്ലാം തന്നെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. വണ്ടൻമേട് പഞ്ചായത്ത് അധികൃതരുടെ കനത്ത അനാസ്ഥയാണ് നമുക്കും അതിനുള്ളിൽ കാണാൻ കഴിഞ്ഞത്. ഈ കേസുകൾ 2 കോടതികളിലായി നടക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്നും തനിക്കൊരു അനുകൂലമായ വിധി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അജയൻ്റെ കുടുംബവും അജയനും. പുറ്റടിയിലെ അജയൻ്റെ പുട്ടുകടയ്ക്ക് മുന്നിൽ നിന്നും ജി വിശാഖൻ, മറുനാടൻ മലയാളി.